അനൂപ് എന്ന് പറഞ്ഞ പുള്ളി ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കാലെ ചവിട്ടി. സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുന്നംകുളം സ്റ്റേഷനിലെത്തിച്ച് അതിക്രൂര മൂന്നാം മുറയ്ക്ക് വിധേയരാക്കിയ പോലീസുകാർക്കെതിരെ CCTV ദൃശ്യങ്ങൾ കണ്ട് കടുത്ത പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ പേരിനൊരു നടപടി. 4 പോലീസുകാർക്ക് സസ്പെൻഷൻ മാത്രം. ഗുരുതര കുറ്റകൃത്യത്തിൽ പിരിച്ചുവിടൽ ഉണ്ടായില്ല. ഹോട്ടൽ ജീവനക്കാരനെയും ഉടമയുടെ മകനെയും PG സ്റ്റേഷനിലെത്തിച്ച് കരണം പൊളിക്കുന്ന മർദ്ദനം നടത്തിയ രതീഷ് എന്ന SI ഇന്ന് CI സ്ഥാനത്ത് വിഹരിക്കുന്നു. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ജനനേന്ദ്രിയം തകർത്ത നേമം സ്റ്റേഷൻ SI ആയിരുന്ന സമ്പത്തിനെ തൊടാൻ പോലും കൂട്ടാക്കിയില്ല. 2017 നടന്ന ക്രൂരപീഡനത്തിൽ നിയമ പോരാട്ടത്തിന് പിന്നാലെ പേരിനൊരു FIR ഇട്ടത് അടുത്തിടെ മാത്രം. കൊച്ചിയിൽ ഭർത്താവിനെ പോലീസ് മർദ്ദിക്കുന്നത് കണ്ട് ചോദിക്കാനെത്തിയ ഗർഭിണിയായ യുവതിയെ തല്ലിച്ചതച്ച പ്രതാപ് ചന്ദ്രൻ എന്ന CI സുരക്ഷിതമായി ക്രമസമാധാന ചുമതല വഹിക്കുന്നു. ഫോൺ എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു കേരള ജീപ്പിലിട്ട് പറഞ്ഞു. വേറെ അന്നേരമാണ് ഈ പ്രതാപചന്ദ്രൻ എനിക്ക് അവരൊന്നും അറിയത്തില്ല. അവരെല്ലാം വന്നിട്ട് യൂണിഫോം ആർക്കും ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും ഒന്ന് പിടിച്ചു വലിച്ച് ജീപ്പിലോട്ട് കയറ്റുക. പോലീസിന്റെ ബൂട്ടുകൊണ്ടുള്ള ചവിട്ടേറ്റ് കാലിലെ 2 വിരൽ മുറിച്ചു മാറ്റേണ്ടി വന്ന ചങ്ങനാശ്ശേരി സ്വദേശി ബിജു തോമസും നീതിക്കായി കയറി ഇറങ്ങുന്നു. രാവിലെ 10 മണിക്ക് തന്നെ എന്നെ വൈകിട്ട് 6:30 വരെ പിടിച്ചു നിർത്തുകയും അതിനിടയ്ക്ക് പല പോലീസുകാർ എന്നെ ഉപദ്രവിക്കുകയും ഈ അനൂപ് എന്ന് പറഞ്ഞ പുള്ളി ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കാലെ ചവിട്ടി. എത്രയെത്ര പോലീസ് അതിക്രമങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് എത്തിക്കുന്നത്. ഇരയുടെ വിലാപങ്ങളല്ലാതെ നടപടി ഒന്നുപോലുമില്ല. പകരം മാഹീൻ സലീമിനെ പോലെയുള്ള SIമാർ എല്ലാവരെയും വെല്ലുവിളിച്ച് റീൽസ് ഇട്ട് രസിക്കുന്നു. സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയാകട്ടെ ഒന്നും കണ്ടില്ലെന്ന മട്ടിൽ മൗനത്തിന്റെ വാത്മീകത്തിലും. അനൂപ് എന്ന് പറഞ്ഞ പുള്ളി ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കാലെ ചവിട്ടി. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.